ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തപ്പോൾ ഇങ്ങനെ താടിമയും കൈയൂത്തിയിട്ട് ഇങ്ങനെ നിൽക്കണല്ലേ? വേറെ ഒന്നുമല്ല കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. പാത്രം കഴുകാൻ കുറച്ച് കിടക്കുന്നുണ്ട്. ചോറ് ഊറ്റിയ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം വന്നപ്പോൾ അതാ തിരുമ്പലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സോപ്പും പൊടി ഇട്ടത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. നല്ല പത. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല മഴയും പെയ്തു. തുണികളിടലും എടുക്കലും തന്നെയായിരുന്നു കേട്ടോ പണി. അപ്പോൾ പട്ട വീണ് കിടക്കണ കണ്ടില്ലേ? ഈ തെങ്ങുമത്തെ പട്ടയല്ല കേട്ടോ വീണേക്കണ്. അപ്പുറത്തെ ഷെബിത്താത്താടെ എടുത്ത തെങ്ങുമത്തേണ് വീണേക്കണത്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒരു പൂതി ഉണ്ടായിരുന്നു, കിട്ടിയ ഒരു എന്താ ചൂലുണ്ടാക്കായിരുന്നു എന്ന്. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ടേ ചൂലുണ്ടാക്കാനായിട്ട്. അത് കാരണം അല്ലെങ്കിൽ തന്നെ നേരമില്ല. അപ്പോൾ എന്തായാലും അവർക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതുമെന്ന് പട്ട വീഴാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കണ കണ്ടില്ല നിങ്ങൾ? നോക്കിയപ്പോൾ ഉണങ്ങിയ പട്ട തന്നെ കിടക്കണേ. എപ്പോഴാണ് വീഴുക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ മരങ്ങളോട് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞല്ലോ, ഈ മുറ്റടിക്കുമ്പോൾ എന്നും ഞാൻ ദിക്കർ അല്ലെങ്കിൽ സലാത്തോ പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഓതിയിട്ടൊക്കെ എന്നിട്ട് മുറ്റടിച്ച് വരിക. എപ്പോഴാണ് നമ്മുടെ മണ്ടേമയ്ക്ക് വീഴുക എന്ന് പറയാൻ പറ്റില്ല. തെങ്ങ് ചതിക്കില്ല എന്നൊക്കെ തന്നെയാണ് പറയുക. പക്ഷേ എപ്പോഴാണ് ചതിച്ചാലോ? അപ്പോൾ എന്തായാലും ഒരു മുൻകരുതൽ എപ്പോഴായാലും എന്തായാലും വേണ്ടേ അല്ലേ ഗൈസ്? ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? അപ്പം മരിക്കാൻ പേടിച്ചിട്ടൊന്നല്ല കേട്ടാ. മരിക്കണ നേരത്തെ ഒരു ഈമാൻ കിട്ടി മരിച്ചോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും കേട്ടോ ഗൈസ്. ചില ആൾക്കാരുടെ സ്വഭാവം ഒക്കെ ഒരു പ്രത്യേകതയല്ലേ അല്ലേ? എൻ്റെ പോലത്തെ സ്വഭാവമായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ഇക്കാടെ പിന്നുള്ളവരുടെ, എൻ്റെ അനിയത്തിയുടെ സ്വഭാവം പോലെ എൻ്റെ സ്വഭാവമായിരിക്കില്ല എൻ്റെ അനിയത്തിയുടെ സ്വഭാവം. അങ്ങനെ ഓരോരുത്തരും ഓരോ വെറൈറ്റി സൈസ് സ്വഭാവം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആവണം എന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കുറ്റം കുറവും ചിലപ്പോൾ കൂടുതലാവാം, കുറവായിരിക്കാം. എല്ലാവർക്കും പഠിച്ച എല്ലാം തികഞ്ഞ് കൊടുക്കൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? വിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പറയണത് കറക്റ്റല്ലേ? നിങ്ങൾക്ക് കമൻറ്റ് ഇടുക കേട്ടോ. ഇത് പറയുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വിക്കലും തപ്പലും ഒക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുക വെച്ചെങ്കിൽ ഒക്കെ ശരിയാവും. ഇപ്പോൾ കുറച്ച് ഇടവേളകൾക്ക് ശേഷം ഇപ്പോഴും വന്നിട്ടൊരു തപ്പലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ. അപ്പോൾ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളി. ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതാണ്. നിങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്കൊക്കെ മനസ്സിലാവുക. അതാണ് കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്തായി വലിയ കാര്യത്തിൽ തുണികളൊക്കെ തോരടുന്നുണ്ട്. കുറച്ച് തന്നെ ഇടണുള്ളൂ കേട്ടോ. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടി ചെന്ന് എടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് വലിയത് തന്നെ തോരടണം. ചെറുതൊന്നും അങ്ങനെ തോരടണില്ല. കുറേ അങ്ങോട്ട് ഇട്ടാലേ മഴ അങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇക്കാടെ പാൻറ്റും ഷർട്ടും ഇക്കാക്ക് അച്ചെങ്കിലും ഈ ഉണങ്ങാത്ത മണമൊന്നും ഇക്കാക്ക് ഇഷ്ടമല്ല. ഇക്ക വരെ വലിച്ചെറിയുള്ളൂ കേട്ടോ. എന്ത് മണ പറഞ്ഞിട്ട് ഒറ്റ ഏറ അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇക്കാടെ ഇടുന്ന ബനിയനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വെയിൽ കൊണ്ടോട്ടെ കാറ്റ് കൊണ്ടോട്ടെ വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇട്ടതാട്ടാ. പക്ഷേ മഴ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം നല്ല വെളിവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ, മഴ തന്നെയായിരുന്നു. അങ്ങനെ ഞാനിത് തിരുമണേൻ്റെ ഇടയിൽ അപ്പുറത്തെ റസീലിൻ്റെ കൂട്ടുകാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളോട് വർത്താനം പറയും. അവൾ അവിടെ ഇരുന്ന് തിരുമണുണ്ട്. അപ്പോൾ അവളോട് പറയുക, ഒരു എന്താ റെമിയുടെ കുട്ടിക്ക് വയ്യ, അപ്പം പനിയൊക്കെ കുറവുണ്ടോ, ചുമ കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ, അങ്ങനെ ഓരോ വിശേഷങ്ങളൊന്നും നാട് കേട്ടോ. എന്തൊക്കെ എപ്പോഴും എന്നെ പറയും നാടിയേ നാടിയെന്ന് വിളിക്കട്ടെ എന്നെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അത് ഇവിടെ ഇല്ല കേട്ടോ. പോയിട്ട് ഇപ്പോൾ റോഡിക്ക് എന്താ വടക്കാഞ്ചേരിക്ക് പോയിക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ KSF-യിൽ ഒരു കുറിയൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടവൻ്റെ സമയമായി. അപ്പോൾ ഇന്നൊക്കെ പോയിട്ടില്ല, ഇക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ വടക്കാഞ്ചേരിക്ക് പോയിക്കാണ് അത് അടയ്ക്കാനായിട്ട്. പിന്നെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ പള്ളിക്കൊന്ന് പോകണം. അപ്പോൾ ഇന്ന് ലീവ് എടുത്തേക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാനും ഇക്കി മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ തല്ലൂട്ടം ഇണക്കും പിണക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പോണത്. ഞാൻ വിവരങ്ങളൊക്കെ വിശദീകരിച്ച് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ മഴക്കാർ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. പൂവ് ഇതാ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂവ് കാണാനായിട്ട്. പിന്നെ ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മാക്ക് ഇന്ന് പണിയില്ല. ഉമ്മ ഇതാ വിറകൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട്, വെയിൽ കണ്ടപ്പോൾ അവരിങ്ങനെ ചുള്ളൽ വിറകൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടോട്ടെ വെച്ചിട്ട് ഇട്ടേക്കുക. പക്ഷെ നല്ല വെയിൽ അല്ല നല്ല വെയിലേ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ മഴക്കാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ആളിതാ ബൈക്കുമ്പോൾ കൂടെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ നേരെ ഞാനിനി വാതിൽ തുറക്കാനാണ് പോവാട്ടോ. നല്ല ഇരുട്ട് കുത്തിയിട്ട് തന്നെ മഴക്കാർ നിൽക്കണത്. അങ്ങനെ എന്തായാലും തുണികളൊക്കെ എന്തായാലും എടുക്കേണ്ടി വരും. അപ്പം ഉമ്മ അവിടെ ഉള്ള കാരണം ഒന്ന് അടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കലും നേരം വെളിച്ചാകുമ്പോൾ തന്നെ ഭയങ്കര ക്ലീനിങ് ആയിരുന്നു കേട്ടോ അവിടെ ഉമ്മ.
അപ്പം ഇന്ന് പണിയില്ല, പണിയൊക്കെ ഇനി എന്നാണ് അവനൊക്കെ എന്തൊക്കെ അടിച്ചിട്ടൊക്കെ വേണത്രേ. അപ്പം നാടിയേന്നാ വിളിക്കണ എന്നെ. വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എനിക്ക് കുറി അടച്ചതിൻ്റെ ബുക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ എന്നെ നാടിയേന്ന് വിളിക്കുക. ഞാൻ അപ്പുറത്തെങ്ങാനും ആരെങ്കിലും എടുത്ത് വർത്താനം പറയുക വെച്ചെങ്കിൽ ഇവിടെ നിന്നും കൂടി വിളിക്കും നാടിയേ നാടിയേ പറഞ്ഞിട്ട്, നാട്ടിൽ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ, തമാശയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഞാൻ അവിടെ അങ്ങനെ ഒരു മൊന്ത നിൽക്കുന്നുണ്ട്, ആകെ മൊന്ത പിടിച്ച് നിൽക്കുക. എപ്പോഴും ഞാനല്ലേ തിരുമ്പാനായാലും മുറ്റടിക്കാനായാലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ ഇക്കാനോടൊക്കെ ഒന്ന് വെട്ടിച്ചു. എന്തായാലും ഇപ്പോൾ ഒന്ന് ലീവ് എടുക്കല്ലേ, അപ്പോൾ നല്ലൊരു പണി കൊടുത്തു കേട്ടോ. നല്ല വെട്ടലാണ്. അപ്പോൾ ഇത്ര മതിയോ അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാം എന്തായാലും അരിവാൾ എടുത്തില്ല, അപ്പോൾ നന്നായി ക്ലിയർ ആയിട്ട് വെട്ടിക്കുക പറഞ്ഞു കേട്ടോ. ഒരു മുറ്റടി കഴിഞ്ഞതാണ്, എന്നാലും വേണ്ടില്ല, മൊന്തൊക്കെ ഒന്നോട്ട് പോയിക്കോട്ടെ വെച്ചിട്ട് ഞാനും ഒന്ന് ചൂലൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ വെട്ടോത്തി ഉണ്ട്. വെട്ടോത്തി വെച്ചിങ്ങനെ ചിലർ വെട്ടുകത്തി പറയും, പിന്നെ വാക്കത്തി എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ പറയാം എന്താ വെച്ചിട്ടാ വെട്ടൂത്തി എന്നാണ് പറയട്ടെ. അത് അങ്ങനെയാണ്, ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാഷ ഇഷ്ടമാവുന്നുണ്ടോ എനിക്ക് അറിയുന്നില്ല. ചിലവർ പറയുന്നുണ്ട് നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ, വർത്താനം കേൾക്കാൻ രസമുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പറയുമ്പോൾ ഒരു ഇത് കേൾക്കണവർക്ക് ഇനി എന്താ തോന്നുക, അങ്ങനെയൊക്കെ ഒരു തോന്നലാട്ടോ. അപ്പോൾ ഒക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഉപ്പാടെ അടുത്തുനിന്ന് പോയിട്ട് അരിവാൾ മേടിച്ചു. അതുകൊണ്ടൊക്കെ നല്ല മൂർച്ചയുള്ള അരിവാൾ, അവർ തൊഴിലുറപ്പിനൊക്കെ പോകണതല്ലേ, അപ്പോൾ അരിവാളും കുറേ സംഭവങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിച്ച് വന്നൊക്കെ വീശി വെളുപ്പാക്കി തന്നു. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഇക്കട എടുത്തിരുന്നു ചെരുപ്പ്. അപ്പോൾ നല്ല മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ ചാറിയപ്പോൾ വേഗം ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ, ഓടി പോയിട്ട് ഡ്രസ്സ് എടുത്തു. പിന്നെ അങ്ങോട്ട് മീൻ നന്നാക്കാനായിട്ടിരുന്നു. ചൂടപ്പൊടി എന്നെ കിട്ടിയിട്ടാ. അയ്യോ, ഞാൻ ഇക്കടുത്തത് മേടിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്തിനാ ഇത് മേടിച്ചു കൊടുന്നു, എനിക്ക് വയ്യാട്ടോ ഇരുന്ന് നന്നാക്കാൻ, ഇന്നത് നന്നാക്കാൻ കൂടുക ഒന്നുമില്ല. ഞാൻ തന്നെ ഇരുന്നിട്ട് എൻ്റെ തണ്ടലും മുതൊക്കെ കടഞ്ഞു കേട്ടാ. കുറേ നേരം പൂച്ച വെച്ചെങ്കിലോ കരഞ്ഞിട്ട് ചൊരു തൊഴിലുമില്ല. അപ്പോൾ അതിന് ഒരെണ്ണം ഇങ്ങനെ ഓരോന്ന് തലക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ ഞാൻ നന്നാക്കിയത് 2-3 എണ്ണമൊക്കെ കൊണ്ട് പോയി കളഞ്ഞു കേട്ടോ. എനിക്ക് വയ്യ, കുറേയൊന്നുമില്ല, ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ട്. എന്താ എനിക്ക് വയ്യ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നന്നാക്കല്ലേ. എന്നിട്ട് നേരം വൈകിട്ടൊക്കെ വെച്ചിങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ലേശം ചോറ് കഴിച്ചിട്ട് പോവുക. എന്താ വെച്ചാൽ നേരത്തെ ഭക്ഷണം കഴിക്കണം, കാരണം നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കാക്ക് ഭയങ്കര ഗ്യാസ് കയറില്ല, പിന്നെ എന്താ പറയുക നെഞ്ഞുനീറ്റവും വയറ് വീർക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നേരത്തിന് കാക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ പള്ളി പിരിഞ്ഞ് വരുമ്പോൾ 1:30 സമയമൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് വിശന്ന് വയറ് കാളി കഴിഞ്ഞാൽ ഗ്യാസൊക്കെ കയറും. അപ്പോൾ പള്ളി പോകുമ്പോൾ എന്തായാലും ആൾ ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ ചായ കുടിച്ച കാരണം നല്ല വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനോട് ചൂടാവൊക്കെ ചെയ്തുട്ടാ, എന്താ കാട്ടിയെന്ന്, ചോറായി കൂട്ടാൻ ഇതുവരെയായിട്ട് ആയിട്ടില്ലേ എന്നൊക്കെ പറയണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് ടി വി കാണുന്ന നേരം എൻ്റെ കൂടെ ഒന്നും നന്നാക്കാൻ കൂടായിരുന്നില്ലേ. അപ്പോൾ ഈ മീൻ നന്നാക്കൽ കഴിയില്ല, ഇക്കാടെ അര ചൂടപ്പൊടി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ചൂടപ്പൊടി ഉള്ളോ, പിന്നെ കിലോപ്പിയൊക്കെ എത്ര, അതൊക്കെ എനിക്ക് നന്നാക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് നന്നാക്കാനൊന്നും അറിയില്ല, പിന്നെ എന്താ ചെയ്യുക, അതന്നെ ഉള്ളതല്ലേ മേടിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പം എനിക്കൊന്നും എൻ്റെ തൊള്ളിയിൽ നാവില്ല, എനിക്ക് വിളിച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ, എന്നെ കൂടെ വിളിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും വിളിക്കണേ, എൻ്റെ കണ്ടറിഞ്ഞ് വന്നൂടെ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് തല്ലുകൂടിയിട്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തല്ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗെയ്സ്. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എന്തത് പിണക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിതം ഒരു രസമുള്ളൂ അല്ലേ. അത് ലേശം നേരത്തിനുള്ളൂ കേട്ടോ, കുറേ നേരത്തിനൊന്നുമില്ല, ഒരു കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റായി, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയ വലിയ തല്ലൂട്ടൊക്കെ വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ. ഒരു ദിവസം മിണ്ടാണ്ടിരിക്കലൊന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ എല്ലാവിടെയും ഉണ്ടാവൂലേ, തല്ലൂടാണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു എന്താ പറയുക ഇണക്കൂല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സ്നേഹത്തിനൊരു കളത്തരല്ലേ. അപ്പോൾ തല്ലൂട്ടം വേണം, പിണക്കും വേണം, ഇണക്കും വേണം, ഒക്കെ വേണം, എന്നാലാണ് സ്നേഹം ഒന്നുകൂടി കൂടുള്ളൂ അല്ലേ. അങ്ങനെ പറഞ്ഞ് എന്തായി, കൂട്ടാൻ വയ്ക്കുക, ചൂടപ്പൊടി അപ്പുറത്ത് ഇങ്ങനെ പൊരിക്കാനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ചൂടപ്പൊടി ഒരു വെറൈറ്റി ആയിട്ട് കൂട്ടാൻ വയ്ക്കുന്നുണ്ടോ. അപ്പോൾ മീൻ പൊരിച്ചത് ആദ്യം ഒരു വെറൈറ്റി ആയിട്ട് ഒരു പെരുംജീരകമൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് മീനൊക്കെ ഇട്ടത്. അപ്പോൾ ഉള്ളി നന്നാക്കിയിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഓരോന്നും അങ്ങനെ ഇട്ടേക്കുക, വെളുത്തുള്ളി ആയാലും ഒക്കെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി വരുമ്പോൾ മല്ലിപ്പൊടി ഇടരുത് കേട്ടോ ചൂടപ്പൊടിയിൽ കൂട്ടാൻ വയ്ക്കുമ്പോൾ. എന്താ പറയുക, മുളകും പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ തക്കാളി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊക്കെ ഒന്നിട്ട് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ. പക്ഷേ ഒന്നാമത് കൂട്ടാനൊക്കെ ഒന്ന് തണുക്കണം, എന്നാലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്ക്, നിങ്ങൾക്ക് കാണാമല്ലേ ഞാൻ വെക്കണത്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കിട്ടാ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ എന്താ വെച്ചിങ്ങനെ വേറെ ഒന്നല്ല, നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ, എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളേ. കമൻറ്റ് ബാക്ക് കമൻറ്റ് ആയാലും ബാക്ക് കമൻറ്റ് ആയാലും വേണ്ടില്ല, നല്ലതായാലും വേണ്ടില്ല, നമുക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പോൾ റിപ്ലൈ കൂടുതൽ പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീഡിയോയിലെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക, നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അങ്ങനെ അപ്പോൾ എന്തായി എനിക്ക് ഇത്ര തന്നെ പറയാനുള്ളൂ, എല്ലാവരും സപ്പോർട്ട് വേണം, എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അനിയൻ വരികയാണ്, അവൻ ഞാൻ പറഞ്ഞില്ലേ അവൻ വരാം, അടുത്ത മാസം വരും ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ അവനെ വിളിക്കാൻ പോണ കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ടൊക്കെ വിളിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ വീഡിയോയിലൊക്കെ ഞാൻ ഇടും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. എൻ്റെ അനിയനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ അനിയനൊക്കെ ഒന്ന് കാണാം. വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ നൈസായിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കാണാത്തവർക്കായാലും നമുക്ക് കാണും ചെയ്യാം, എല്ലാ വിശേഷങ്ങളും അറിയാമല്ലോ. പിന്നെന്താ, എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ. എനിക്ക് ഒരാൾ കമൻറ്റ് ഇടാറുണ്ട്, ഇൻഷാന സലീം. ആളെ കമൻറ്റിക്ക് കാണാനേ ഇല്ല, എവിടേക്കാ പോയി, അവിടെ ഇല്ലേ, എന്തെങ്കിലും ഒന്ന് വിശേഷം ഹായ്ന്നാ, ഹലോ എന്താ വിശേഷം, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടുകൂടെ നിങ്ങൾക്ക്, എന്ത് ഇടാത്ത്. എനിക്ക് എന്നും കമൻറ്റ് ഇടുന്ന ആളാണ്. എനിക്ക് അത് കാണാണ്ടായപ്പോൾ എന്തോ ഞാനിപ്പോൾ ഒന്ന് അന്വേഷിച്ചതാട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാൻ കാണാടത്തൊക്കെ പറയും എനിക്ക് എന്നും കമൻറ്റ് ഇടുന്ന ആളാണ് ഇൻഷാന സലീം തന്നെയല്ലേ പേര്, ആൾക്ക് കമൻറ്റ് ഇടുന്ന ആളാണ്. അപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ ഒന്ന് ഹായ് പറഞ്ഞിട്ടൊന്നും വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക, നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും വായിക്കുമ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് കൂടുക കേട്ടോ വീഡിയോ ഇടാൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് പറഞ്ഞ് എന്തായി കൂട്ടാനായിട്ട്. അപ്പോൾ ഒക്കെ അങ്ങനെ അവിടെ നിന്നിട്ട് ഒന്ന് ആയോ കൂട്ടാനായോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഞാനൊക്കെ കൂടി ഇവിടെ തല്ലുകൂടി പിണക്കുമായി ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെന്താ, നിക്കാക്ക് പള്ളിക്ക് പോകണം. പിന്നെ പള്ളി പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നില്ല, ഇക്ക ഭക്ഷണം കഴിച്ചിട്ടേ പോവുക. ഓരോരുത്തർക്ക് ഓരോ ശീലമല്ലേ. എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പള്ളിക്ക് പോവാറ്. ചില ദിവസം വിശപ്പൊന്നും ഇല്ല വെച്ചിങ്ങനെ വന്നിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. നേരം വൈകിട്ട് ചായ കുടിച്ചേക്കണ്, 10 മണിയൊക്കെ ആകുമ്പോഴേ ചായ കുടിച്ചേക്കണ് വെച്ചിങ്ങൊക്കെ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ നേരത്തെ കഴിച്ചിട്ട് ചായയുടെ കടിയൊക്കെ കഴിച്ചാൽ പിന്നെ വിശക്കുമല്ലോ, 1:30 വരെയൊക്കെ അങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടേ പോവുള്ളൂ, ഒരുപാട് കഴിച്ച് ഓവറായിട്ട് പോവില്ല, അത്യാവശ്യം കഴിച്ചിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി ഗൈസ്, അതാണ് ഞാനിപ്പോൾ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കൂട്ടാനൊക്കെ ചെറുതായി വെറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടപ്പൊടി ഒന്ന് വെച്ച് നോക്ക്, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് കൂട്ടാൻ വയ്ക്കുക. പുളിഞ്ചി നല്ല അത്യാവശ്യം പുളി തന്നെ ഇട്ടിട്ടുള്ളൂ, തക്കാളിയൊക്കെ ആയ കാരണം കുറച്ച് പുളിയൊക്കെ, എന്നാലും ഒന്നാമത് പുളി എരിവൊക്കെ വേണ്ടല്ലേ ചോറ് കഴിക്കുമ്പോൾ. ഈ മീൻ കൂട്ടാനായി കഴിഞ്ഞാൽ ഇത്തിരി എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ എൻ്റെ പൈസയ്ക്ക് വെച്ചെങ്കിലോ സാമ്പാർ തീരെ ഇഷ്ടമല്ല, ഇവിടെ സാമ്പാർ വെച്ചിട്ട് മാസങ്ങളോളം ആയിട്ടുണ്ട്. അങ്ങനെ ഇക്ക ചൂടായിട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇക്കാരുടെ അടുത്ത് പറയണേ, ഓ മുഖം കയറ്റി പിടിച്ച് നിൽക്കണോ നോക്ക്, എന്തപ്പോൾ ഇത് ലേശം നേരം കൂട്ടാൻ ആവാത്തതിന് എന്താ മീൻ നന്നാക്കാൻ കൂടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവട്ടെ. അപ്പം ഇങ്ങനെ ഒരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞേ ശരിക്കും കടമ്മാട് പോലെ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇക്ക കട തുടങ്ങി ചിരിക്കാൻ. ഇക്കാൾക്ക് ചെറിയൊരു കട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഉമ്മയുടെ ചെറിയ കട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും ഇക്കാട് ഉമ്മയുടെ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്ക് പോവാണ്. പിന്നെന്താ, പിന്നെ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇക്കാണ്ട് പോയിട്ടാണ്ട് തുടക്കുക വെച്ചിട്ടാണ്. അടുപ്പും തറൊക്കെ തുടച്ചിട്ട് ഒന്നുമില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. വേഗം വെപ്രാളം പിടിച്ചിട്ട് ഇക്കാക്ക് ചോറൊക്കെ കൊടുത്തു. ഇക്കങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തുടയ്ക്കാമല്ലോ, അല്ലെങ്കിൽ തുടച്ച് ഇക്ക വരുമ്പോഴത്തേന് വേഗം അങ്ങോട്ട് തുടക്കൽ കഴിക്കുക വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് നടക്കുക തുടച്ചേക്കൂടെ നടക്കേണ്ടതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് വേഗം തുടക്കലും കഴിച്ചു, ഒക്കെ കഴിച്ചു. ഇനി ചോറ് കഴിക്കണം. കൈയും കാലും മുറൊക്കെ കഴുകിയപ്പോൾ മുഖത്തൊക്കെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ കരിയായിട്ടാണ്. അപ്പോൾ ഉണ്ട് സുഡു വന്നേക്കണു. സുഡുവിനുള്ള മീനൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും മിയാവും പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിട്ട് തന്നെ പണിയിട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കുക ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുതിട്ടാ. പിന്നെ കമൻറ്റൊക്കെ ഇട്ടോളി, ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ ഇക്കാനോട് പറയുക ടാറ്റ പറയുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ആകെ കരി കണ്ടിട്ട് ആകെതായി. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.